നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ചില ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയൊക്കെ ഒരു സ്വഭാവ രീതിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇവരെന്തോ നിർബന്ധിച്ച് നിങ്ങളുടെ ഡോക്ടറും നഴ്സുമാരൊക്കെ ആക്കിയതിനു ശേഷം ഫ്രീ ആയിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സർക്കാർ ആശുപത്രിയിൽ പിടിച്ചിരുത്തിയേക്കും പോലെയാണ്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഡോക്ടറും നഴ്സുമൊക്കെ ആയത്. അതിനുശേഷം ഫ്രീ ആയിട്ടല്ല നിങ്ങൾ ജനങ്ങളെ സേവിക്കുന്നത്. കൃത്യമായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സാലറി എണ്ണി വാങ്ങിയിട്ടാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടി സർക്കാർ ആശുപത്രിയിൽ നിങ്ങളെല്ലാവരെയും നിയമിച്ചത്. എന്നാൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായ രീതിയിൽ കരുണയോ ദയവോ കാണിക്കാതെയാണ് പേഷ്യൻസിനോട് പെരുമാറുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് സർക്കാരിന് മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ട് ഒരു ഡോക്ടർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടർമാരുടെ സംഘടന ഒറ്റക്കെട്ടായിട്ട് ചികിത്സിക്കാനുള്ള ബഹിഷ്കരണവും കൊണ്ടുവരും. നമ്മുടെ നാട്ടിലെ ചില പട്ടികളെ പോലെ ഒരു പട്ടി കുറച്ച് കഴിഞ്ഞാൽ കുറേ പട്ടികൾ കൂട്ടം കൂടി വരും. അതേ സെയിം അവസ്ഥയാണ് ഈ ഡോക്ടർമാരുടെ സംഘടനയ്ക്കും. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് അയാൾ സപ്പോർട്ട് ചെയ്യാൻ വരും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് പിന്നെ ഉടനെ അവരങ്ങ് OP ബഹിഷ്കരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ വരാതാവും. പേഷ്യൻസിനെ മാക്സിമം ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ് കൂടുതലും സർക്കാർ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പേഷ്യൻസിനോട് ഒട്ടും ദയയില്ലാത്ത രീതിയിലാണ് ഇവരെല്ലാവരും പെരുമാറുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ ചെറ്റ സ്വഭാവം നിർത്തേണ്ടതാണ്. അവിടെ വരുന്ന പേഷ്യൻസിനോട് അല്പമെങ്കിലും മാന്യമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. ശരിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ജോലിഭാരമുണ്ട്. എന്നിരുന്നാൽ കൂടിയും വരുന്ന പേഷ്യൻസിന് കൃത്യമായ രീതിയിൽ ചികിത്സ കൊടുക്കാനും സ്നേഹത്തോടെ പെരുമാറാനും നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്. കയ്യിൽ കാശില്ലാത്ത നമ്മുടെ പാവപ്പെട്ട പേഷ്യൻസ് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് കടന്തൽ കൊത്തിയ പോലത്തെ മോന്തയാണ് നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും കാണിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാം ഒരു കാര്യം ഓർക്കണം. നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് ഈ പാവപ്പെട്ട പേഷ്യൻസ് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ വേണ്ടി വരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും കയ്യിൽ നിന്ന് നികുതിയായി വാങ്ങുന്ന പൈസയിൽ നിന്നാണ് നിങ്ങളെല്ലാവരും പറയുന്ന ഈ ഫ്രീ ചികിത്സ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ചികിത്സയേ അല്ല. എല്ലാത്തിനും കൃത്യമായ സാലറിയും കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ്സും ഈ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരു ഡോക്ടർ പോലും ഫ്രീ ആയിട്ടല്ല ഒരു സർക്കാർ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയെങ്കിലും ഫ്രീ ചികിത്സ എന്നൊരു വാക്ക് തന്നെ മാറ്റേണ്ടതാണ്. ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒരു ഡോക്ടറെ നിയമിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണം എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഈ ഡോക്ടർമാർക്ക് ഒരു കൗൺസിലിംഗ് കൂടെ കൊടുക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണം, ഒരു രോഗിയെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായൊരു ധാരണ ഈ ഡോക്ടർക്ക് കിട്ടും. അല്ലാതെ ചുമ്മാ ടെസ്റ്റ് എഴുതി പാസ്സായി വരുന്ന എല്ലാവരെയും പിടിച്ച് ഡോക്ടറാക്കി ഇരുത്തി കഴിഞ്ഞാൽ ഇവരിതുപോലെ തോന്നിവാസം മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തോന്നിവാസം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയൊന്നും ലഭിക്കുകയില്ല. കഷ്ടപ്പെട്ട് മഴയത്തും വെയിലത്തും വന്ന് OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് വരുന്ന പേഷ്യൻസിനോട് അല്പമെങ്കിലും ദയയോടുകൂടിയും കരുണയോടുകൂടിയും പെരുമാറാൻ പഠിക്കുക. നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ പഠിക്കുക. ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലും അത് നല്ല രീതിയിൽ പരിഹരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ പഠിക്കുക. അല്ലാതെ നമ്മുടെ ഡോക്ടർ ലളിതാംബികയെ പോലെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ ചാനലിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെരുകാനല്ലാതെ നല്ല രീതിയിൽ രോഗികളെ കെയർ ചെയ്യാനും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പഠിക്കുക.